ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ശ്രീമാത്രേ നമ. ദേവീ കവചം ശ്ലോകങ്ങൾ 3, 4, 5. പ്രഥമം ശൈലപുത്രേതി ദ്വിതീയം ബ്രഹ്മചാരിണീ തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം. പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം. നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിതാഃ ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ. പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണീ തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം. പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം. നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിതാഃ ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ. ശൈലപുത്രി എന്നാൽ ഹിമവാന്റെ പുത്രിയായ പാർവതി. ബ്രഹ്മചാരിണി, ഭക്തരെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നവൾ. ചന്ദ്രഖണ്ഡ, ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന ഖണ്ഡ കയ്യിലുള്ളവൾ. കൂഷ്മാണ്ഡ, താപത്രയരൂപമായ സംസാരത്തെ അണ്ഡത്തിൽ വഹിക്കുന്നവൾ. സർവസംഹാരിണി എന്നൊക്കെ അർത്ഥം. സ്കന്ദമാത, സ്കന്ദൻ്റെ മാതാവായവൾ. കാത്യായനി, കാത്യായനി മഹർഷിയുടെ മകളായി വളർന്നവൾ. കാളരാത്രി, പ്രളയത്തിനു ശേഷമുള്ള ഇരുട്ടായവൾ. മഹാഗൗരി, കൃഷ്ണവർണ്ണയായ പാർവതി. സിദ്ധിദ, ജ്ഞാനം നൽകുന്നവൾ, അഷ്ടസിദ്ധികൾ നൽകുന്നവൾ എന്നൊക്കെ. ഒന്നാമത് ശൈലപുത്രി, രണ്ടാമത് ബ്രഹ്മചാരിണിയും, മൂന്നാമത് ചന്ദ്രഖണ്ഡയും, നാലാമത് കൂഷ്മാണ്ഡയും, അഞ്ചാമത് സ്കന്ദമാതാവും, ആറാമത് കാത്യായനിയും, ഏഴാമത് കാളരാത്രിയും, എട്ടാമത് മഹാഗൗരിയും, ഒൻപതാമത് സിദ്ധിദായും എന്നിങ്ങനെ നവദുർഗയായി ദേവിയെ പ്രകീർത്തിക്കപ്പെടുന്നതായി ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു. ഈ 9 നാമങ്ങളും ലോകമാതാവായ ദുർഗാദേവിയുടെ വിവിധ നാമങ്ങളാണ്. പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണീ തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം. പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം. നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിതാഃ ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ. ഓം ശ്രീമാത്രേ നമഃ.